ശരി കുട്ടികളെ, ബൈ ബൈ. ദേ നോക്ക്, ഞാൻ പോയിട്ട് 2 ദിവസത്തിൽ വരും. വീട് നന്നായി നോക്കിക്കോണം. ബൈ ബൈ ബൈ. ബൈ 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 ബൈ. വാ നമുക്ക് വീട്ടിലോട്ട് പോകാം. അയാൾക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. വാ നമുക്ക് പോയി നോക്കിട്ട് വരാം. നിങ്ങൾ ആരാണ്? സാധാരണ പുലി അലറാറുണ്ട്. അത് തടിയുള്ള പുലി. എനിക്ക് താടിയില്ല, തടിയുമില്ല. അത് പിന്നെ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ട ആർക്കായാലും പെട്ടെന്ന് മനസ്സിലാവും. ബൈ ദ വേ, താനെന്തിനാ ഇപ്പൊ കരഞ്ഞത്? എന്റെ പേര് ടോമി ടൈഗർ എന്നാണ്. എന്റെ വീട്ടുകാരൊക്കെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോയി. എനിക്ക് ഓവർ വെയിറ്റ് ആയിട്ട് ഫ്ലൈറ്റ് കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ കയറി ചെയ്യുന്ന മിഷൻ പോലും ഓവർ വെയിറ്റ് കാരണം ഓഫായി പോയി. എന്റെ മോനെ, ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് മോന് ഫ്ലൈറ്റിൽ കയറി പോവാൻ പറ്റില്ല. ഇനി ഇപ്പൊ അത് ആലോചിച്ച് കരഞ്ഞിട്ട് എന്ത് കാര്യം? ഫ്ലൈറ്റ് പോയില്ലേ? ഇനി ഞാൻ കരയാതെ എന്ത് ചെയ്യാനാ? ഇതിനു മുമ്പ് ഞാൻ വളരെയധികം സ്ലിം ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് മൃഗങ്ങൾ എന്നെ വല്ലാതെ കളിയാക്കുമായിരുന്നു. ആളുകൾ എന്നെ വല്ലാതെ മിസ്യൂസ് ചെയ്യുമായിരുന്നു. വീടിന്റെ താക്കോൽ പോയാൽ കീ ഹോളിലൂടെ എന്നെ അകത്തേക്ക് കയറ്റിവിടുമായിരുന്നു. അപ്പൊ പിന്നെ അകത്ത് നിന്ന് ഈസി ആയിട്ട് വാതിൽ തുറക്കാമല്ലോ. പക്ഷെ ഇപ്പൊ എന്റെ വെയിറ്റ് വല്ലാതെ കൂടിയിരിക്കുകയാണ്. വളരെ പാടുപെട്ടാണ് ഓരോ ചുവടും ഞാൻ മുമ്പോട്ട് വെക്കുന്നത് തന്നെ. മറ്റുള്ളവർക്ക് കൂടുന്നുമില്ല, എനിക്ക് കുറയുന്നുമില്ല. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. ഇല്ലെങ്കിൽ അപേക്ഷിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതായി വരും. ഓക്കെ ഓക്കെ, ഡോണ്ട് വെറി, ഞങ്ങൾ നിന്നെ സഹായിക്കാം. വരൂ ഞങ്ങളുടെ കൂടെ. ശരി എങ്കിൽ വരാം. അയ്യോ, 4500 കിലോയോ? ഇവനും ചന്ദ്രനായിട്ട് അധികം വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എടാ അത് പ്രൈസാണ്. ഭാരം 425 കിലോയാ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. വരൂ, ഗ്രൗണ്ടിൽ ചെന്ന് നിന്റെ ഭാരം കുറയ്ക്കാനുള്ള വഴി നോക്കാം. സംശയമുണ്ടോ? ടൈഗറെ, ഇവിടെ നിന്ന് നമുക്ക് ജോഗിങ് തുടങ്ങാം. ഗ്രൗണ്ടിന് ചുറ്റും ഓടിയിട്ട് ദാ ഇവിടെ തന്നെ തിരിച്ചു വരണം. കൊച്ചളിയ, ഇവിടേക്ക് തന്നെ തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ എന്തിനാ ഓടുന്നേ? On your mark, get set. അല്ല, ഈ ടോമി എവിടെ പോയി? എടാ, നീ എന്താ ഈ സ്ലോ മോഷനിൽ ഓടുന്നത്? അമൽ നീരദിന്റെ ഫാനാണോ നീ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കാല് ജാമായി. എന്റെ അമ്മ പറയുന്നുണ്ട് ടൈം ഈസ് മണി. 15 മിനിറ്റിന് 15 രൂപയേക്കാൾ വിലയുണ്ടെന്ന്. കാരണം എല്ലാവർക്കും സമയം പോവാറില്ല, എനിക്കൊന്നിനും സമയമില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? സ്കിപ്പിംഗ് ട്രൈ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല. നിങ്ങളെ ഞാൻ അഴിച്ചുവിടാം. നിങ്ങൾ എന്നെ നന്നാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കുന്നുമില്ല, ഞാൻ ശ്രമിക്കുന്നുമില്ല. ഞങ്ങള് കഷ്ടപ്പെടുന്നതേ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. വന്നഴിക്കടാ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇവന്റെ വെയിറ്റ് ഞാൻ കുറച്ചു തരാം. ഈ കാർ ഓടുമ്പോ നീയും കൂടെ ഓടിക്കൊള്ളണം. സോറി.
മതി. വെയിറ്റ് ആർക്കും അങ്ങനെ കൂടുന്നുമില്ല. എനിക്കാണെങ്കിൽ ഇവിടെ കുറയുന്നുമില്ല. കൂട്ടുകാരെ, ഇനി ഇവരെ നമുക്ക് ജിമ്മിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഹായ് തോത്താറാം. ഹായ്. ഇത് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഇവന്റെ തടി ഒന്ന് കുറയ്ക്കണം. അതിന് താൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, ഡോണ്ട് വറി. ഒരു മണിക്കൂറിനകത്തവന്റെ തടി ഞാൻ കുറച്ച് തന്നേക്കാം. നമുക്ക് ആദ്യം എക്സർസൈസ് ചെയ്യാം. എക്സസൈസ് ഒക്കെ പിന്നെ മതി. ആദ്യം വ്യായാമം ചെയ്യിക്ക് തോത്താറാമേ. അയ്യാ. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം. ഇതൊന്നും ശരിയാവില്ല. ചിലപ്പോ ഇത് കാരണം വെയിറ്റ് കുറഞ്ഞാലോ? ആ, അയ്യോ, എല്ലാവർക്കും പറ്റില്ല. എന്നെ കൊണ്ടാവുകയില്ല. ഞാനിപ്പോ വരാം. ഇവന് പറ്റിയ എക്സർസൈസ് യോഗയാണെന്ന് എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? ദീർഘമായി ശ്വാസം എടുക്കൂ, എന്നിട്ട് ശക്തമായി പുറത്തേക്ക് വിടൂ. സമയം ഒരുപാടായി. നമുക്ക് എന്തായാലും ടൈഗറിന്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 200 ഗ്രാം പിന്നെയും കൂടി. ചിലർക്ക് കൂടുന്നില്ല, എനിക്കാണെങ്കിൽ കുറയുന്നുമില്ല. ഇപ്പൊ കാര്യം മനസ്സിലായി. എടാ, വെയിറ്റ് നോക്കാൻ കേറുമ്പോ ഷൂ അഴിച്ചിട്ട് വേണം കേറാൻ. ശരി, ഞാൻ ഷൂ അഴിച്ചു മാറ്റാം. എല്ലാരും ഷൂ ഇടാറുമില്ല. എനിക്കാണെങ്കിൽ ഇതാ ഇപ്പൊ ഊരാൻ പറ്റുന്നുമില്ല. നിക്ക്, ഞങ്ങള് നിന്നെ സഹായിക്കാം. ഒരു മിനിറ്റ്, അവന്റെ ഒരു വൃത്തികെട്ട ഷൂ. അപ്പൊ ഇത് 400 കിലോയുടെ ഷൂ ആയിരുന്നോ? ടൈഗർ ആകെ 20 കിലോയേ ഉള്ളൂ. അത് ഞാൻ ചിന്തിച്ചതേ ഇല്ല. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ വെറും കാലോടെ ചെല്ലുമെന്ന് ഓർത്തപ്പോ. ഇത് പിടിച്ചോ. ഇതിന്റെ ഉള്ളിൽ ഒരു ജോഡി ചെരുപ്പുണ്ട്. ഞാനിത് പോപ്പട്ടിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പിന്നീടാ ഓർത്തത്, ഇവൻ പറക്കുന്ന ആളല്ലേ, നടക്കാറില്ലല്ലോ. ഇനി ഇതേതായാലും നിനക്ക് നടക്കാൻ വേണ്ടി ഉപയോഗിക്കാം. യാത്രക്കാർ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറുക. നിനക്ക് മുത്തശ്ശിയെ കണ്ടേ അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ പോവാ. എന്നാ പിന്നെ വേഗം ചെല്ല്. മുത്തശ്ശിയുടെ വീട്ടിൽ ഇതുവരെ ആരും എത്തിയിട്ടില്ല. പക്ഷെ ഇനി അവിടെ ആദ്യം ഞാൻ എത്തും. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി. ബൈ ബൈ.